10 വർഷത്തെ പ്രതിപക്ഷ പ്രക്ഷോഭകാലം കഴിഞ്ഞ് കേരളത്തിന്റെ ഭരണസാരഥ്യം ഏറ്റെടുത്ത വി.ഡി. സതീശൻ സർക്കാരിന് മധുവിധു കാലം കഴിയും മുൻപേ തിരിച്ചടിയായാണ് ബന്ധുത്വ നിയമന ആരോപണം ഉയർന്നത്. കെ.പി.സി.സി പ്രസിഡന്റ് കൂടിയായ വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി ഭാര്യാ സഹോദരൻ ബെന്നി തോമസിനെ നിയമിച്ചതാണ് വിവാദങ്ങളുടെ അടിസ്ഥാനം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതെല്ലാം വിഴുങ്ങുന്ന നാണംകെട്ട നടപടിയാണെന്ന് ചൂണ്ടിക്കാട്ടി CPIM നിയമസഭയിലും പുറത്തും കടന്നാക്രമിച്ചതോടെ സർക്കാർ അടിമുടി പ്രതിസന്ധിയിലായി. ബന്ധുക്കൾക്ക് നേരെ മന്ത്രി ഓഫീസിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം ബന്ധു നിയമനം നടക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ മാറുകയാണ്. അപ്പോൾ ബന്ധു നിയമനത്തിൽ PhD ആണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിനുള്ളത്. വിഷയത്തിൽ ആദ്യം മൗനം പാലിച്ച സണ്ണി ജോസഫ് ഒടുവിൽ പ്രതിരോധവുമായി എത്തി. ദീർഘകാലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ബെന്നിയുടേത് അർഹിച്ച നിയമനമാണെന്നും ഭാര്യയുടെ സഹോദരൻ എന്നത് അയോഗ്യതയായി കണക്കാക്കാനാകില്ലെന്നുമാണ് സണ്ണി ജോസഫിന്റെ ന്യായം. നിയമനത്തെ പിന്തുണച്ച് ആരോഗ്യമന്ത്രി കെ മുരളീധരനും രംഗത്തെത്തിയതോടെ ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാനാണ് സർക്കാർ ശ്രമമെന്നായി വിലയിരുത്തൽ. പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് അതിനെന്തെങ്കിലും പ്രത്യേകമായ യോഗ്യതാ മാനദണ്ഡമോ അയോഗ്യതാ മാനദണ്ഡമോ നിയമപരമായിട്ട് എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. മന്ത്രി എന്നതിലുള്ള എന്റെ പ്രവർത്തനം കുറ്റമറ്റതാകാൻ പൊതുപ്രവർത്തനത്തിന്റെ പരിചയ സമ്പത്തുള്ള ഒരാളെയാണ്, നല്ല ക്യാരക്ടറുള്ള ഒരാളെയാണ് ഞാൻ. സണ്ണി ജോസഫിന്റെ ബന്ധുവാണെങ്കിൽ പോലും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളാണ്. അതിന് ആ നിലയ്ക്ക് കണ്ട ഇപ്പോൾ പിണറായി വിജയന്റെ ക്യാബിനറ്റിലെ റിയാസിനെ മന്ത്രിയാക്കിയാൽ ആരെങ്കിലും കുറ്റം പറഞ്ഞില്ലല്ലോ. എന്നാൽ പ്രതീക്ഷകൾ തെറ്റിച്ച് കോൺഗ്രസിനുള്ളിൽ നിന്നും നിയമനത്തിനെതിരെ ശബ്ദമുയർന്നു. ബന്ധുക്കളെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുമ്പോൾ ശ്രദ്ധിക്കണമായിരുന്നുവെന്ന് മുൻ KPCC അധ്യക്ഷൻ കൂടിയായ MM ഹസൻ നേതൃയോഗത്തിൽ തുറന്നടിച്ചതോടെ സണ്ണി ജോസഫ് പ്രതിരോധത്തിലായി. വിവാദത്തിൽ സമരം കടുപ്പിക്കുമെന്ന പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെ ബെന്നി തോമസ് രാജിവെച്ചു. താൻ കാരണം സണ്ണി ജോസഫിന്റെ പൊതുജീവിതത്തിന് പോറൽ ഏൽക്കരുതെന്ന് വ്യക്തമാക്കുന്ന രാജിക്കത്തിൽ സ്വമേധയാ എടുത്ത തീരുമാനമെന്നും ബെന്നി തോമസ് വ്യക്തമാക്കി. രാജിയിൽ തീർന്നോ ബന്ധു നിയമന വിവാദം?